ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ജെകെ. എൻ്റെ പൊന്നു മക്കളെ, നമുക്ക് വരാനിരിക്കുന്ന സെക്കൻഡ് ടേം എക്സാമിന് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നൊരു ചാപ്റ്ററാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ സ്പെറിക്കൽ മിറർ, അതായത് പ്രകാശ പ്രതിപതനം ഗോളീയ ദർപ്പണങ്ങളിൽ. ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മുഴുവനും ചിത്രങ്ങൾ വരയ്ക്കാനും ഇമേജ് ഫോംഡ് ബൈ കോൺകേവ് മിറർ, ഇമേജ് ഫോംഡ് ബൈ കോൺവെക്സ് മിറർ, ഇങ്ങനെയുള്ളതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യമായിരിക്കും. അപ്പോൾ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, ഈ ചാപ്റ്റർ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യം കുറച്ച് ബേസിക് കാര്യങ്ങൾ പഠിക്കണം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ചാപ്റ്റർ ഒക്കെ ഈസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളെ എന്ത് ചെയ്യുക, മാക്സിമം ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും മാക്സിമം ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കുക. കുറച്ച് സമയം എന്ത് ചെയ്യുക, ഞാൻ നിങ്ങളെല്ലാവരും ആവാഹിച്ചെടുക്കുകയാണ്. അപ്പോൾ ആർക്കൊരു കുഴപ്പം ബുദ്ധിമുട്ടും മനപ്രയാസമില്ല എന്ന് വിചാരിക്കുന്നു മക്കളെ. നമ്മളെ ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ സ്പെറിക്കൽ മിറർ, പ്രകാശ പ്രതിപതനം ഗോളീയ ദർപ്പണങ്ങൾ. അപ്പോൾ ഗോളീയ ദർപ്പണം എന്ന് കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ. ഗോളാകൃതിയിലെ ദർപ്പണം അത്രേ ഉള്ളൂ. ഇതാ ഈ ചിത്രത്തിലേക്ക് നോക്കൂ. ഗോളീയ ദർപ്പണം എന്ന് പറഞ്ഞാൽ ഇതാ ഒരു ഗോളാകൃതിയിലല്ലേ ഇത് കൊടുത്തിട്ടുള്ളത്, അല്ലേ? എന്തായിരിക്കണം? ഒരു ഗോളാകൃതിയിലാണ്. അപ്പോൾ ഈ ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറഞ്ഞാൽ, സ്പെറിക്കൽ മിറർ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടെണ്ണമാണ്. ഞാൻ അതാ രണ്ട് പിക്ചറോടെ കൊടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ പല കുട്ടികളും എന്ത് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ആൻസർ പറയുന്നുണ്ടാവും. കറക്റ്റാണ്. എന്താണ് ഇത്? കോൺവെക്സ് ദർപ്പണം, കോൺവെക്സ് മിററാണ്. ഇതേതാണ്? കോൺകേവ് മിറർ, അല്ലേ? കോൺകേവ് ദർപ്പണം. അപ്പോൾ ഈ രണ്ട് ദർപ്പണങ്ങളിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. അത് പരീക്ഷയ്ക്ക് ഉറപ്പാണ്. ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം മക്കളെ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേതാണെന്ന് പറഞ്ഞ് കേൾക്കട്ടെ. അതന്നെ, എന്താണ്? കോൺവെക്സ്. ഇതേതായിരിക്കണം? കോൺകേവ്. തെറ്റിക്കൂലല്ലോ? ഓക്കെ. അങ്ങനെയെങ്കിൽ ഇതിനകത്ത് നമ്മൾ അറിയേണ്ട പോയിന്റുകൾ ഇതാണ് മക്കൾ. ഇതിലേക്കൊന്ന് നോക്കും, ഞാൻ അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു കോൺകേവ് മിററാണ്. ഏതാണ്? കോൺകേവ് മിറർ. ഞാനിപ്പോൾ ഇവിടെ APB എന്നൊക്കെ പേര് കൊടുത്ത് വിചാരിക്കുക. ഈ കോൺകേവ് മിററിൻ്റെ, ഈ കോൺകേവ് ദർപ്പണത്തിൻ്റെ ഈ വലുപ്പത്തിനെ, ഇതിൻ്റെ ഹൈറ്റൊക്കെ കണ്ടില്ല നിങ്ങൾ? ഇത്രയും ഏരിയ ഉണ്ട്. ഇവിടൊക്കെ ലൈറ്റ് തട്ടിയാൽ എന്ത് ചെയ്യും? പ്രതിഫലിക്കും. ആ ഏരിയയാണ് നമ്മൾ എന്ത് പേര് അറിയുക? അപ്പേർച്ചർ. ഇംഗ്ലീഷ് മീഡിയായാലും മലയാളം മീഡിയായാലും ഒറ്റ പേര് തന്നെയാണ്. എന്താണ്? അപ്പേർച്ചർ. ഞാൻ പറയുമ്പോൾ എൻ്റെ ഒപ്പം ഒന്ന് പറയാം കേട്ടോ. എന്തായിരിക്കണം? ദാ ഈ വലുപ്പത്തിനാണ് നമ്മൾ എന്താ പറയുക? അപ്പേർച്ചർ, അപ്പേർച്ചർ. അപ്പോൾ പരീക്ഷയ്ക്ക് APB, ഞാൻ വെറുതെ ഇവിടെ ഒരു പേര് കൊടുത്തു, APB. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരൊക്കെ കൊടുക്കാം. അപ്പോൾ പരീക്ഷയ്ക്ക് XYZ എന്നൊക്കെ വരും. അപ്പോൾ APB എന്ന് കേട്ടാൽ ഇവിടെ ഉള്ളതിന് എന്താണ്? അപ്പേർച്ചർ, അപ്പാർച്ചർ, അപ്പേർച്ചർ എങ്ങനെയും പറയാം കേട്ടോ. ഇനി ഈ അപ്പേർച്ചറിന്റെ മധ്യബിന്ദുവിനെ നമ്മൾ P എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിച്ചത്. അതിനെ നമ്മൾ എന്ത് പറയുന്നു? പോൾ എന്ന് പറയുന്നു. അതിനെ നമ്മൾ എന്താ പറയുക? പോൾ എന്ന് പറയുന്നു. പോൾ. ഇംഗ്ലീഷ് മീഡിയായാലും മലയാളം മീഡിയായാലും അതന്നെ. അപ്പോൾ അപ്പേർച്ചർ, പോൾ. ക്ലിയർ ആണല്ലോ? ഇനി അതോടൊപ്പം തന്നെ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു വൃത്തമായിട്ട് സങ്കല്പിച്ചാൽ, അല്ലേ, ഒരു ഗോളമായിട്ട് അല്ലെങ്കിൽ ഒരു സ്പിയർ ആയിട്ട് സങ്കല്പിച്ചാൽ അതിനൊരു സെൻറ്റർ ഉണ്ടല്ലോ. ആ സെൻറ്ററിനെയാണ് നമ്മൾ എന്താ പറയുക? വക്രതാ കേന്ദ്രം, സെൻറ്റർ ഓഫ് കർവേച്ചർ. അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. വക്രതാ കേന്ദ്രം, സെൻറ്റർ ഓഫ് കർവേച്ചർ. അപ്പോൾ C എന്ന് കേട്ടാൽ വക്രതാ കേന്ദ്രം, സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇനി ഈ സിയിലൂടെ വരയ്ക്കുന്ന ഈ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന പേര്, സിയും പിയിലൂടെ വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ പറയുന്ന പേരാണ് മുഖ്യ അക്ഷം, പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. എന്താ പറയുക? മുഖ്യ അക്ഷം, പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നു. ഇനി അതോടൊപ്പം തന്നെ സിയിൽ നിന്ന് പിയിലേക്കുള്ള ദൂരത്തിനെയാണ് നമ്മൾ എന്താ പറയുക? വക്രതാ ആരം. അതിനെ നമ്മൾ 6 എന്ന അക്ഷം കൊണ്ട് സൂചിപ്പിക്കുന്നു, റേഡിയസ് ഓഫ് കർവേച്ചർ. മക്കളെ, അപ്പോൾ അപ്പേർച്ചർ, പോള്, മുഖ്യക്ഷം, സെൻറ്റർ ഓഫ് കർവേച്ചർ, വക്രത. ഇത് നിർബന്ധമായും പഠിക്കണം. ഇനി ഇതിൽ ഞാൻ പറയാത്തൊരു ഏരിയ ഉണ്ട്, F. അതായത് സിക്കും പിക്കും കറക്റ്റ് സെൻറ്ററിൽ വരുന്നതാണ് ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫോക്കസ് എങ്ങനെയെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയും. അപ്പോൾ മക്കളെ, ഒരു കോൺകേവ് ആയാലും കോൺവെക്സ് ആയാലും തന്നെയാണ്. അപ്പോൾ ഇനി ഞാൻ പെട്ടെന്നൊന്ന് പറയട്ടെ, നോക്കിക്കോളൂ. ഇതൊരു കോൺവെക്സ് ദർപ്പണമാണ്. അപ്പോൾ ഇവിടെ APB, ഈ വലുപ്പത്തിന് നമ്മൾ എന്ത് പറയുന്നു? അപ്പേർച്ചർ, അപ്പേർച്ചർ, അപ്പാർച്ചർ എങ്ങനെയും പറയാം. ഇനി അപ്പേർച്ചറിൻ്റെ മധ്യബിന്ദു പോൾ എന്തായിരിക്കും? P എന്താണ്? പോളാണ്. പോൾ, പോൾ, പോൾ. എന്താ പറയുക? പോൾ എന്ന് പറയുന്നു. ഇനി പോളിലൂടെ വരയ്ക്കുന്ന ഈ സ്ട്രെയിറ്റ് ലൈൻ എന്ത് പേര് പറയുന്നു? പ്രിൻസിപ്പൽ ആക്സിസ്, മുഖ്യ അക്ഷം എന്ന് പറയുന്നു. ആ മുഖ്യ അക്ഷം ഏതിലൂടെയൊക്കെ പോകുന്നു? പിയിലൂടെയും സിയിലൂടെയും എഫിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. C എന്താണ്? വക്രതാ കേന്ദ്രം. F എന്തായിരിക്കണം? ഫോക്കസ് ആണ്. അത് നമുക്ക് ലാസ്റ്റ് പറയാം. അപ്പോൾ ഒരു കോൺകേവ് ആയാലും കുറേ കുട്ടികൾക്ക് കോൺകേവിൽ എങ്ങനെയായിരിക്കും, കോൺവെക്സിൽ എങ്ങനെയായിരിക്കും, ഈ ബേസിക് കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ. ചില കുട്ടികൾക്ക് ഇതറിയും, കോൺകേവിൻ്റെ അറിയും, പക്ഷെ കോൺവെക്സ് വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ വേണ്ട. രണ്ടും ഒരേപോലെ തന്നെ, രണ്ടും ഒന്ന് തന്നെയാണ്. അതായത് പോയിന്റുകളൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, എന്താണ് ഇതിനെന്താ പേര് പറയുക?
അപ്പേർച്ചർ എന്ന് പറയുന്നു. അപ്പേർച്ചറിന്റെ മധ്യബിന്ദു എന്ന് പറയുന്നു പോൾ എന്ന് പറയുന്നു. ഇനി അതോടൊപ്പം തന്നെ സി എന്താണ്? സെന്റർ ഓഫ് കർവേച്ചർ, വക്രതാ കേന്ദ്രം. എഫ് എന്താണ്? ഫോക്കസ് ആണ് ഓർത്ത് വയ്ക്കുക. ഇതിലൂടെ വരയ്ക്കുന്ന സ്ട്രേറ്റ് ലൈനെ പറയുന്ന പേര്, ഈ നേർരേഖയ്ക്ക് പറയുന്ന പേരാണ് മുഖ്യ അക്ഷം, പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയാം. അത് കോൺകേവ് ആയാലും കോൺവെക്സ് ആയാലും സെയിം ആണ് മക്കളെ. അങ്ങനെയെങ്കിൽ നമുക്ക് ഫോക്കസ് കൂടി പഠിക്കണം. ഫോക്കസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഡെഫിനിഷൻ നിങ്ങൾ ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഒരു പിക്ചർ ഇങ്ങനെ കാരണം. എന്താണ് കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ്? എന്താണ്? പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എന്താണ് കോൺകേവ്. പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആക്സിസിലാണ് ഈ ഫോക്കസ് വരുന്നത്. അതുകൊണ്ടാണ് പ്രിൻസിപ്പൽ ഫോക്കസ്, മുഖ്യ അക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അപ്പോൾ ഞാൻ ഇനി നേരത്തെ പോലെ വെറുതെ ഒരു പേര് എഴുതട്ടെ, നോക്കിക്കോളൂ. APB എന്ന് കൊടുത്തു. അത് ഏതാണ്? അപ്പേർച്ചർ അല്ലേ? ഇത് സെൻറ്ററിലൂടെ വരയ്ക്കുന്ന ഈ വരയ്ക്ക് എന്താ പറയുക? പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പോൾ ഈ പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരമായിട്ട് പാരലായിട്ട് എത്ര ലൈറ്റ് വന്നാലും ആഫ്റ്റർ റിഫ്ലക്ഷൻ അല്ലേ, പ്രതിഫലനത്തിന് ശേഷം ഒരു പ്രത്യേക ബിന്ദുവിൽ കൂടിച്ചേരുന്നു. ആ ബിന്ദുവിനെയാണ് നമ്മൾ എന്താ പറയുക? ഫോക്കസ് എന്ന് പറയാം. അപ്പോൾ വെൻ എ റേ ഓഫ് ലൈറ്റ് ഫാളിങ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ കൺവേർജ് ടു എ പോയിന്റ് അല്ലേ, സമാന്തരമായി എത്ര പ്രകാശരശ്മികൾ വന്നാലും അത് പ്രതിഫലനത്തിന് ശേഷം ഈ ഒരു പ്രത്യേക പോയിന്റിൽ കൂടിച്ചേരുന്നു. ആ പോയിന്റിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയാം. ആ ഫോക്കസ് ശരിക്കും എവിടെയായിരിക്കും? സിക്കും പിക്കും കറക്റ്റ് സെൻറ്ററിലാവും വരിക. ഒന്നുകൂടി ഓർത്തേക്കുക, സിക്കും പിക്കും കറക്റ്റ് സെൻറ്ററിലാണ് ഫോക്കസ് വരിക. അതുകൊണ്ട് ഈ ഫോക്കസ് എന്ന് പറഞ്ഞാൽ അതേതാണ്? അത് റിയൽ ഫോക്കസ് ആണെന്ന് ഓർത്തേക്ക്. ഏതാണ്? യഥാർത്ഥ ഫോക്കസ് എന്ന് ഓർത്തേക്കുക. യഥാർത്ഥ ഫോക്കസ് എന്ന് ഓർത്തേ. ഇനി അതോടൊപ്പം തന്നെ ഈ ഫോക്കസ് എവിടെയാണ്? ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ, മിററിൻ്റെ മുൻഭാഗത്താണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് റിയൽ ആണെന്ന് ഓർത്തേക്കുക. സെക്കൻഡ് പോയിന്റ് എന്താ പറയുക? ഇൻ ഫ്രണ്ട് ഓഫ് ദി മിറർ, അതായത് ദർപ്പണത്തിൻ്റെ മുമ്പിലാണെന്ന് ഓർത്തേക്കുക. ഈ രണ്ട് പോയിന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു കോൺകേവിൻ്റെ ആയാലും കോൺവെക്സിൻ്റെ ആയാലും രണ്ട് പോയിന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കോൺകേവിൻ്റെ എന്താണ്? റിയൽ ആണ്, യഥാർത്ഥ ഫോക്കസ് ആണ്. അത് കോൺകേവ് ദർപ്പണത്തിൻ്റെ മുന്നിൽ തന്നെയാണ് വരിക, ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആണ് വരിക. ഈ രണ്ട് പോയിന്റ് ഓർത്തേക്കണം, പരീക്ഷയ്ക്ക് ചെറിയ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ കോൺകേവ് മിററിൻ്റെ ഫോക്കസ് എങ്ങനെയാണ്? സമാന്തരമായിട്ട് ഇങ്ങനെ വരുന്നതിനെ നമ്മൾ സമാന്തരം, പാരലൽ എന്ന് പറയാം. അത് പ്രതിഫലനത്തിന് ശേഷം എന്ത് ചെയ്യുന്നു? ഒരു പ്രത്യേക പോയിന്റിൽ ഇങ്ങനെ കൂടിച്ചേരും. അതാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. ഓർത്തേക്ക് കേട്ടോ. അപ്പോൾ ഡെഫിനേഷൻ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. റിയൽ ആണ്, യഥാർത്ഥമാണ്, ഇൻ ഫ്രണ്ട് ഓഫ് ദി മിറർ, ദർപ്പണത്തിൻ്റെ മുന്നിലാണ്. ദർപ്പണത്തിന് മുന്നിലാണ്, ഇതാണ് ഫ്രണ്ട് വരുന്നത് കേട്ടോ. അങ്ങനെയെങ്കിൽ കോൺവെക്സിൻ്റെ എങ്ങനെയായിരിക്കും? കോൺവെക്സിൻ്റെ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ എന്താണ്? പാരലൽ, ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയാം. പാരലായിട്ട് വരുന്ന ലൈറ്റ് എന്ത് സംഭവിക്കുന്നു? അതിങ്ങനെ ഡൈവേർജ് ചെയ്ത് പോകുന്നു അല്ലേ, അകന്നു പോവല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ദർപ്പണത്തിലൊരു ഓട്ടം ഉണ്ടാക്കിയിട്ട്, ഒരു സുഷിരം ഉണ്ടാക്കിയിട്ട് ഞാൻ ആയിക്കോട്ടെ ഒരു ഡോട്ട് ഇങ്ങനെ കൊടുത്തു വിചാരിക്കുക. ശരിക്കും ലൈറ്റ് അതിലൂടെ തുളഞ്ഞത് കടന്നു പോവോ? ഒരിക്കലും പോലും. പക്ഷെ നമ്മൾ സങ്കല്പിക്കുന്നു, ഇമേജിൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ലൈറ്റ് ഇങ്ങനെ വന്ന് ഇവിടെ ഒരു പോയിന്റ് കൂടിച്ചേരുന്നതായിട്ട് തോന്നും. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് അകന്നു പോകുന്നതായി തോന്നുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു പോയിന്റിനെ നമ്മൾ ഫോക്കസ് എന്ന് പറയാം. ഇത് യഥാർത്ഥമാണോ മക്കളെ? അല്ല. അതുകൊണ്ട് ഇത് ഏതാണ്? ഇത് വെർച്വലാണ്, മിഥ്യ എന്നൊക്കെ പറയും. ഇനി ഇത് ദർപ്പണത്തിൻ്റെ ഫ്രണ്ടിലാണോ വരുന്നത്? അല്ല, പിന്നിലാണ്. അപ്പോൾ എന്തു പറയാം നിങ്ങൾക്ക്? ബിഹൈൻഡ് ദ മിറർ എന്ന് പറയാം. എന്താ സെക്കൻഡ് പോയിന്റ്? ബിഹൈൻഡ് ദ മിറർ, അതായത് പിന്നിൽ എന്ന് ഓർത്ത് വയ്ക്കുക. ഫോക്കസ് എങ്ങനെയായിരിക്കും? പിന്നിലായിരിക്കും, മിഥ്യയായിരിക്കും, വെർച്വലാണ്. അതോടൊപ്പം തന്നെ ബിഹൈൻഡ് ദ മിറർ ആണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെയും ജസ്റ്റ് ഓർത്ത് വയ്ക്കുക എന്താണ്? വെൻ എ റേ ഓഫ് ലൈറ്റ് ഫാളിങ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഡൈവേർജ് ഫ്രം എ പോയിന്റ് അല്ലേ. റിഫ്ലക്ഷൻ ശേഷം എന്ത് സംഭവിക്കുന്നു? ഡൈവേർജ് ഫ്രം എ പോയിന്റ്. ദിസ് പോയിന്റ് ഈസ് നോൺ ആസ് ഫോക്കസ് അല്ലേ. സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിഫലനത്തിന് ശേഷം ഒരു പ്രത്യേക ബിന്ദുവിൽ നിന്ന് അകന്നു പോകുന്നതായി തോന്നുന്നു. ആ ബിന്ദുവിനെ നമ്മൾ എന്താ പറയുക? ഫോക്കസ് എന്ന് പറയാം. അപ്പോൾ മക്കളെ, കോൺകേവിൻ്റെയും കോൺവെക്സിൻ്റെയും ഫോക്കസ് റിയൽ ആണോ, വെർച്വൽ ആണോ, ബിഹൈൻഡ് ദ മിറർ ആണോ, ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആണോ, ദർപ്പണത്തിന് മുന്നിലാണോ, പിന്നിലാണോ, ഇത്രയും കാര്യം അറിയണം. അതോടൊപ്പം തന്നെ സി എന്താണ്, പി എന്താണ് അല്ലേ, വക്രത കേന്ദ്രം എന്താണ്, വക്രത ആരം എന്താണ്, ഫോക്കസ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി വരാനിരിക്കുന്ന പരീക്ഷയിൽ ഈ ചാപ്റ്ററിനകത്ത് കൂടുതൽ ചിത്രങ്ങളൊക്കെ വരയ്ക്കാനുണ്ട്. ആ ചിത്രങ്ങളൊക്കെ വരയ്ക്കണമെങ്കിൽ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണം. അപ്പോൾ ഒന്നുകൂടി ഓർത്തേക്ക്, സി എന്താണ്? വക്രതാ കേന്ദ്രം.
അല്ലേ, വക്രത കേന്ദ്രം. ഇനി ആർ എന്തായിരുന്നു? വക്രത ആരം, റേഡിയസ് ഓഫ് കർവേച്ചർ. അല്ലേ, പി എന്തായിരുന്നു? പോൾ. പോളിലൂടെ വരയ്ക്കുന്ന സ്ട്രേറ്റ് ലൈൻ എന്താണ്? പ്രിൻസിപ്പൽ ആക്സിസ്, മുഖ്യാക്ഷം. ആ ദർപ്പണത്തിന്റെ ആ വലുപ്പത്തിന് എന്താ പറയുക? അപ്പേർച്ചർ അല്ലെങ്കിൽ അപ്പേർച്ചർ. ഈ കാര്യങ്ങൾ ശരിക്കും എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. ഈ സിമ്പിൾ ആയിട്ടുള്ള ഈ ബേസിക് നിങ്ങൾ അറിയാതിരുന്നാൽ ഇതിൽ വരുന്ന ഓരോ ചോദ്യങ്ങളും തെറ്റിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഒന്നുകൂടി പറഞ്ഞത്. അപ്പോൾ മക്കളെ, ഇത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. വരാനിരിക്കുന്ന പരീക്ഷ നമുക്ക് എന്താ ഒരുപാട് ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കണം. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങളായിട്ട് ഞാൻ ഇനിയും വരും. ഓക്കേടാ.